CPM-ന്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കണ്ണൂർ തന്നെയാണ്. പക്ഷെ CPM-ന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് അത് ആലപ്പുഴയാണ്. CPM-ന്റെ വിഭാഗീയത ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയാണ്? അതും ആലപ്പുഴയിലാണ്. വമ്പന്മാരും ഉണ്ട് ആലപ്പുഴയിൽ. കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കയർ തൊഴിലാളികളും ഒക്കെ തന്നെ സംഘടിതമായിട്ട് മുന്നോട്ട് വന്നതുമൊക്കെ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. നമ്മുടെ സഖാവ് VS അച്യുതാനന്ദനും ആലപ്പുഴ ജില്ലക്കാരൻ. അപ്പൊ എന്തുകൊണ്ടും ആലപ്പുഴയ്ക്ക് കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ സ്ഥാനമുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 CPM ആണ്, LDF ആണ്. അതിൽ ഒരിടത്ത് മാത്രമാണ് UDF ഉള്ളത്. അത് ഹരിപ്പാട്, നമ്മുടെ ചെന്നിത്തല നായർക്കുള്ള മണ്ഡലം. ഭാവി മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിലും പറയാം എന്ന് നമ്മളൊക്കെ ചിലരൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ CPM-ന് 6 ഇടങ്ങളിലും ഒരിടത്ത് NCP, മറ്റൊരിടത്ത് CPI. അതായത് ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അരൂർ, ചേർത്തല, ആലപ്പുഴ, ഹരിപ്പാട്, അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ. ഇതില് NCPക്ക് ഒരു മണ്ഡലമാണ്, അത് കുട്ടനാടാണ്. NCP ഏതാണ്ട് ഇല്ലാതാകുന്ന ലക്ഷണമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശശീന്ദ്രൻ അടുത്ത തവണ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകത്തില്ല, മത്സര രംഗത്തുണ്ടാകത്തില്ല. പിന്നെ ഉള്ളത് കുട്ടനാട്ടിൽ നിന്നുള്ള തോമസ് കെ തോമസ്. അത് മിക്കവാറും CPM അങ്ങ് പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊന്ന് ആലപ്പുഴയിലെ ഉള്ളത് ഘടകകക്ഷിയായ CPIക്കാണ്. അത് ചേർത്തലയിൽ നിന്നും മന്ത്രി പ്രസാദിന്റെ മണ്ഡലവുമാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ അരൂരും ആലപ്പുഴയും ഹരിപ്പാടും അമ്പലപ്പുഴയും കായംകുളവും മാവേലിക്കരയും ചെങ്ങന്നൂരും CPM-ന്റെ കയ്യിലാണുള്ളത്. ഇതില് ആലപ്പുഴ മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത നോക്കണ്ടേ, ജില്ലയുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP വലിയ ഇടം പിടിച്ച ഇടമാണ്. അതുകൊണ്ട് തന്നെ BJP തിരുവനന്തപുരവും തൃശ്ശൂരും പോലെ തന്നെ ആലപ്പുഴയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. A ക്ലാസ് നിയമസഭാ മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ട്. ഈഴവ വോട്ടുകൾ എത്രത്തോളം പോയി എന്ന് CPM മനസ്സിലാക്കുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. 2,99,000 വോട്ടാണ് അവിടെ നേടിയെടുത്തത്. അത് ആരിഫിന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2019 2024 എത്തുമ്പോൾ LDF-ന് 8.71% വോട്ട് ഇടിവ് സംഭവിച്ചു എന്നുള്ളതാണ്. അതില് ഇപ്പൊ ആലപ്പുഴ ജില്ലയില് ഏറ്റവും അതിശക്തമായിട്ടുള്ള മത്സരം ഇപ്പൊ ഹരിപ്പാട് തന്നെ നമ്മൾ നോക്കണം. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തില് അവിടെ BJPക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അത് രമേശ് ചെന്നിത്തലയെ ഭയപ്പെടുത്തുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഹരിപ്പാട് BJP 2ാം സ്ഥാനത്തെത്തി. അത് ചെന്നിത്തലയ്ക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിലെ സ്ഥിതി ഇനിയും LDF-ന്റെ കൈകളിലേക്ക് അല്പം പരിങ്ങലാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ആലപ്പുഴയിൽ വിഭാഗീയത വളരെ കൂടുതലാണ്. G സുധാകരനെ പോലുള്ള മുതിർന്ന നേതാവ് പാർട്ടിയെ പല ഘട്ടങ്ങളിലും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ പോക്കിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് കായംകുളം. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും മുൻപിലെത്തിയ മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ MLA പ്രതിഭാകരിയാണ്. പ്രതിഭാകരി 2 തവണയായിട്ട് MLA ആണ്. അപ്പോൾ 2 ടേം എന്നുള്ളത് കണക്കിലെടുത്താൽ ഒരുപക്ഷെ പ്രതിഭാകരിയെ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. അത് പോരാഞ്ഞിട്ട് CPM-ൽ നിന്ന് തന്നെ പ്രതിഭാകരിക്കെതിരെ വലിയ സ്വരം ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ വെറും 2000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് പ്രതിഭാകരി വിജയിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ പ്രതിഭാകരിയെ മാറ്റി നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ
BJP-യിൽ നിന്ന് മത്സരിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം അവിടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. UDF-ൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് 2021 മത്സരിച്ച അരിത ബാബുവാണ്. ഈ CPM-കാര് പിന്നെ ഈ ക്ഷീര കർഷകയെ പാൽക്കാരി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. അന്ന് അരിത ബാബു വിജയിച്ചു എന്ന് കരുതിയതാണ്. കാരണം അവിടുത്തെ CPM-ലെ വിഭാഗീയത കാരണവും അരിത ബാബു ഉണ്ടാക്കിയ ഒരു ഓളവും വലിയ ഒരു വിജയപ്രതീക്ഷയിലേക്ക് പോയി എന്നുള്ളതാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി വരെ വന്നിറങ്ങി എന്നുള്ളതാണ്. എന്നിട്ടും പക്ഷെ LDF തരംഗത്തിലെ അരിത ബാബു വീണുപോയി. പക്ഷെ അരിത ബാബുവിനെ തന്നെ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറക്കുമ്പോൾ അവിടെ രണ്ട് വനിതകൾ രണ്ട് മുന്നണികളിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ CPM-ഉം അവിടെ ഒരു വനിതയെ തന്നെ ഇറക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് മുൻ MP ആയിട്ടുള്ള CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള CS സുജാതയെ മത്സരരംഗത്തിറക്കും. CS സുജാത 2004 രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തിയിട്ടാണ് പാർലമെന്റിലേക്ക് പോയത്. VS ഒരു പക്ഷക്കാരി തന്നെയാണ്. പക്ഷേ ഇവിടെ സുജാത ജയിച്ചു കഴിഞ്ഞാൽ CPM-ന് LDF-ന് ഒരു തുടർ ഭരണവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സുജാത മന്ത്രിയാകുമെന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. പക്ഷെ എന്തായാലും കേരളം കാണാൻ പോകുന്ന അതിശക്തമായ ഒരു ത്രികോണ മത്സരം എന്ന് പറയുന്നതിനേക്കാൾ വനിതകൾ ഏറ്റുമുട്ടുന്ന ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറും. അങ്ങനെ അതിശക്തരായിട്ടുള്ള 3 വനിതകൾ ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്നുള്ള ഒരു രീതിയിൽ സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല. അത് ആലപ്പുഴ ജില്ലയിൽ ഒരു വലിയ ചലനം തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇത് UDF-ന് പൊതുവെ ചിലപ്പോൾ ഇവിടം UDF-നും BJP-ക്കും ആലപ്പുഴ ജില്ല ഒരു അനുകൂലമാകാൻ പോകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു നേട്ടം UDF-ന് കൊയ്യാൻ കഴിയും. പിന്നെ BJP നേടിയെടുത്തിട്ടുള്ള ഇടങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് ഉറപ്പായും കായംകുളത്തിനേറെ സാധ്യതയാണ് BJP-ക്ക് കൊടുത്തിരിക്കുന്നത്. ചെങ്ങന്നൂർ സജി ചെറിയാനെതിരെ വലിയ വിയോജിപ്പുകളും ആക്ഷേപങ്ങളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് അവിടെ കോൺഗ്രസിലെ ജ്യോതി വിജയകുമാറാണ് മത്സര രംഗത്തേക്ക് വരിക. അത് സജി ചെറിയാന് വലിയ നഷ്ടം സംഭവിക്കും. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ എന്തായാലും ഉറപ്പായും LDF-ന്റെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയാണ് മുഴുവൻ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും LDF-ന് മൊത്തത്തില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ഇടിവ് സംഭവിച്ചു. ആ ഇടിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ട്. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു മത്സരം ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.